ഞാൻ ഇന്ന് എന്റെ താത്താടെ വീട്ടിലേക്കാണ് പോണേ. ഞാൻ ഇല്ലേ ഇതുവരെ കഴിച്ചതി വെച്ചിട്ട് ഏറ്റവും ടേസ്റ്റ് ഉള്ളതും ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി തന്നേക്കണ എന്റെ ഉപ്പയാണ്. അത് കഴിഞ്ഞ ഒരു സെക്കൻഡ് പൊസിഷൻ നമുക്ക് ഇത്താത്താക്ക് കൊടുക്കാം, കാരണം ഇത്താത്താടെ ഫുഡും നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഫുഡ് അടി എല്ലാം കഴിഞ്ഞ് ഞാനും ഇത്താത്തയുടെ മോളും കൂടി ഇരുന്നിട്ട് ലുഡോ ഒക്കെ കളിക്കായിരുന്നു കേട്ടോ. പിന്നെ എന്റെ വീട്ടിൽ നിന്ന് ഇത്താത്താടെ വീട്ടിലേക്ക് വാക്കബിൾ ഡിസ്റ്റൻസ് ഉള്ളൂ. അപ്പൊ വൈകുന്നേരം ആയപ്പോ ഞാൻ അമ്പൂനായിട്ട് എന്റെ വീട്ടിലേക്ക് തിരിച്ചുപോയി. നമ്മ എവിടെ പോണത് അമ്പു? ഞാൻ എന്റെ മാച്ചിന്റെ വീട്ടിൽ ചെന്നിട്ട് ഉടുപ്പ് മാറ്റിയിട്ട് എന്റെ ഉമ്മീനെ പിക്ക് ചെയ്തിട്ട് നമ്മൾ ഡ്രോൺ ഷോ കാണാൻ പോകും. അതെ, ഇന്ന് ഖത്തറിൽ ഇന്റർനാഷണൽ ഫുഡ് ഫെസ്റ്റിവൽ നടക്കുക. അപ്പൊ ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഫുഡ് ഫെസ്റ്റിവൽ കാണാൻ പോവാ. ഇന്ന് ഫുഡ് ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് ഡ്രോൺ ഷോയും ഫയർ വർക്ക്സ് ഒക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ കൃത്യനിഷ്ഠത ഉള്ളവരായതുകൊണ്ട് വളരെ ലേറ്റ് ആയിട്ട് എത്തി. പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട് നമുക്ക് അതൊക്കെ കാണാൻ പറ്റി. ഞാൻ ഖത്തറിൽ വന്നിട്ട് ഫസ്റ്റ് ടൈം ആണ് ഫയർ വർക്ക്സ് ഒക്കെ കാണുന്നത്. അടിപൊളിയായിരുന്നു. അങ്ങനെ ഫയർ വർക്ക്സ് എല്ലാം കഴിഞ്ഞ് അബുവിന്റെ സമ്മസൂട്ടും കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കോർട്ടിന്റെ അടുത്തേക്ക് പോയി. അങ്ങനെ ഈ കടയിൽ ക്യൂട്ട് ആയിട്ടുള്ള സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്. ഞാൻ വീഡിയോ എടുത്തപ്പോൾ ഇയാൾ കൊണ്ടുവന്ന് കാണിച്ചു തന്നത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല രസമില്ല ഞാൻ. പിന്നെ ഇന്റർനാഷണൽ ഫുഡ് ഫെസ്റ്റിവൽ ആയതുകൊണ്ട് തന്നെ പല രാജ്യത്തെയും പല വെറൈറ്റി ഫുഡുകളും ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം ഒന്നും നമ്മൾ ഒരു ദിവസം കൊണ്ട് തന്നെ ട്രൈ ചെയ്തില്ല. നമ്മൾ ഫസ്റ്റ് തന്നെ വാങ്ങിയത് ഒരു ബോബ ആയിരുന്നു. അതിന്റെ ഫ്ലേവറും പേരൊന്നും ഓർമ്മയില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ നെക്സ്റ്റ് ഓർഡർ ചെയ്തത് മൊമോസ് ആയിരുന്നു. അവർ പ്രിപ്പറേഷൻ ടൈം 10 മിനിറ്റ് പറഞ്ഞെങ്കിലും നമ്മൾ 1/4 മണിക്കൂർ പോസ്റ്റ് ആയിരുന്നു കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് മൊമോസ് കിട്ടി കഴിച്ചതിന് ശേഷം ഞങ്ങൾ നെക്സ്റ്റ് ഓർഡർ ചെയ്തത് ഈസിയിൽ ഓർഡർ പ്രൈസ് ആയിരുന്നു. അങ്ങനെ അതെല്ലാം കഴിച്ച് അവിടെ കുറെ നേരം ചില്ലടിച്ച് വർത്താനൊക്കെ പറഞ്ഞിരുന്നു. അവിടെ ഇനിയും ഒരുപാട് ഫുഡ് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ തൽക്കാലത്തിന് ഞങ്ങൾ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.